2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 5-ന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ബിജെപിയുടെ പൊതുസമ്മേളനത്തെ മോദി അഭിസംബോധന ചെയ്യും. നാളെ കൊച്ചിയിലും കൊല്ലത്തും ശിവഗിരിയിലുമാണ് പ്രധാനമന്ത്രിയുടെ മറ്റ് പരിപാടികൾ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് തൃശൂർ നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി പങ്കെടുക്കുന്ന കേരളത്തിലെ ആദ്യ പൊതുപരിപാടിയാണ് ബിജെപിയുടെ തൃശൂരിലെ പ്രവർത്തക സംഗമം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണ തുടക്കമായാണ് ബിജെപി മോദിയുടെ പൊതുപരിപാടിയെ കാണുന്നത്. SNDP ബാന്ധവവും ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളും ബിജെപിയുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റവും ഉൾപ്പെടെ മോദിയുടെ പ്രഭാഷണത്തിൽ ഉയർന്നു വന്നേക്കും. കേരളത്തിൽ UDF-നും LDF-നും ബദലായി ഒരു ജനകീയ ബദൽ കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഈ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വൈകിട്ട് 5-ന് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. 2 ലക്ഷം പേരെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാനെത്തുമെന്നാണ് സൂചന. 6 മണിയോടെ കൊച്ചിയിലേക്ക് മടങ്ങുന്ന മോദി നാളെ നടക്കുന്ന സായുധ സേനാ യോഗത്തിൽ പങ്കെടുക്കും. വൈകിട്ട് 3-ന് കൊല്ലത്ത് ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം, ശിവഗിരി സന്ദർശനം എന്നിവയാണ് മോദിയുടെ മറ്റ് പരിപാടികൾ. പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിൽ രാഷ്ട്രീയത്തോടൊപ്പം കേരളത്തിലെ വികസന വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തേക്കിൻകാട് മൈതാനിയിൽ നിന്നും ക്യാമറാമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.